എല്ലാവർക്കും നമസ്കാരം. ഞാൻ സരിതാ മഹേശ്വരൻ. ഇന്ന് ശ്രീമദ് വാൽമീകി രാമായണത്തിൻ്റെ ബാലകാണ്ഡത്തിലെ 37ാമത്തെ സർഗം നമ്മൾ ആരംഭിക്കുകയാണ്. കഴിഞ്ഞ സർഗത്തിൽ പറഞ്ഞു നിർത്തിയ കഥ എന്ന് പറഞ്ഞാൽ, ദേവന്മാർക്ക് സേനാപതിയെ അതായത് സുബ്രഹ്മണ്യനെ കിട്ടണം എന്ന് വിചാരിച്ചിട്ട് അവർ ചെയ്ത പ്രവൃത്തികളും, പക്ഷെ അതുകൊണ്ട് ദേവിക്കുണ്ടായ സങ്കടം, ദേഷ്യം അതൊക്കെ ഒരു ശാപരൂപത്തിൽ വന്ന് ഭവിച്ചതുമാണ്. അതായിരുന്നു കഴിഞ്ഞ ദിവസം പറഞ്ഞു നിർത്തിയത്. ദേവന്മാരെ ശപിച്ചു, അതുപോലെ ഭൂമിദേവിയെയൊക്കെ ശപിച്ചു. അത് കഴിഞ്ഞിട്ട് ഈ സേനാപതിയെ കിട്ടാൻ വേണ്ടി എന്താണ് ഇനി ചെയ്യേണ്ടത് എന്നുള്ള ദേവന്മാരുടെ ആലോചനയൊക്കെയാണ്. അതാണ് ഇപ്പോൾ ആരംഭിക്കാൻ പോണത്. ഈ 37ാമത്തെ സർഗത്തിൽ അതാണ് പറയണത്. നമുക്ക് ഇന്ന് 1 മുതൽ 8 വരെയുള്ള ശ്ലോകങ്ങൾ നോക്കാം. ആദ്യം 1ാമത്തെ ശ്ലോകം. തപ്യമാനേ തദാ ദേവേസേന്ദ്രാസാഗ്നിപുരോഗമാഃ സേനാപതിമഭീപ്സന്ത പിതാമഹമുപാഗമൻ. വളരെ ലളിതമായിട്ടുള്ള വാക്കുകളെ കൊണ്ടാണ് വാൽമീകി മഹർഷി നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു തരണത്. അതായത് ദേവൻ, അതായത് ശ്രീപരമേശ്വരൻ തപസ് ചെയ്തുകൊണ്ടിരിക്കെ, തപ്യമാനേ തദാ ദേവേ തപ്യമാനേ സതി, ശ്രീപരമേശ്വരൻ തപസ് ചെയ്യാൻ പോയി എന്ന് കഴിഞ്ഞ സർഗത്തിൽ പറഞ്ഞുല്ലോ. അങ്ങനെ തപസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സേന്ദ്രാഹ സാഗ്നി പുരോഗമാഹ ദേവാഹ, ഇന്ദ്രൻ അതുപോലെ അഗ്നി തുടങ്ങിയിട്ടുള്ള പ്രമുഖന്മാരായിട്ടുള്ള ദേവന്മാരെല്ലാവരും കൂടി ചേർന്നുകൊണ്ട് സേനാപതിം അഭീപ്സന്ത, അവരുടെ ആവശ്യം എന്തായിരുന്നു? സേനാപതിയെ സൃഷ്ടിക്കണം. അതായത് ശ്രീപരമേശ്വരനും ശ്രീപാർവതി ദേവിയും കൂടി സംഗമിച്ചാൽ മാത്രമേ സേനാപതി ജനിക്കുള്ളൂ. അതായത് കുമാരൻ സുബ്രഹ്മണ്യൻ. ആ സുബ്രഹ്മണ്യൻ്റെ ആവശ്യം, താരകാസുരനെ കൊണ്ടുള്ള പീഡകൾ കൊണ്ടാണ് മറ്റ് അസുരന്മാരും ഒക്കെ ഉണ്ട്, അവരുടെയൊക്കെ ആക്രമണം കാരണമാണ് ദേവന്മാരെല്ലാവരും ഇങ്ങനൊരു പുത്രൻ, ഇവരുടെ 2 പേരുടെയും ജഗത് പിതാക്കന്മാരുടെ പുത്രനായിട്ട് ഈ അസുരന്മാരുടെ ആക്രമണങ്ങൾക്കൊക്കെ ഒരു അറുതി വരുത്തണം അതാണല്ലോ ശ്രീപരമേശ്വരൻ കൊടുത്ത അനുഗ്രഹം അല്ലെങ്കിൽ വരദാനം. അപ്പോൾ അങ്ങനെ ഒരു പുത്രൻ ജനിക്കണമെങ്കിൽ അവർ തപസ് ചെയ്യാണ്. ഇനി എന്ത് ചെയ്യും എന്നുള്ള പരിഭ്രമത്തോടു കൂടിയിട്ട് ഇന്ദ്രൻ, അഗ്നി തുടങ്ങിയിട്ടുള്ള എല്ലാ ദേവന്മാരും കൂടി എവിടേക്കാണ് ആദ്യം ചെല്ലുക? പിതാമഹം ഉപാഗമൻ, ബ്രഹ്മാവിൻ്റെ അടുത്തേക്കാണ് ആദ്യം പോയത്. ബ്രഹ്മാവാണ് അതിനുള്ള വഴികളൊക്കെ പറഞ്ഞു കൊടുക്കുക. ഇനി ആരുടെ അടുത്തേക്ക് പോകണം, എന്ത് ചെയ്താലാണ് ഈ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിഹാരമാവുക എന്നുള്ളതൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് ബ്രഹ്മാവാണ്. അങ്ങനെ ദേവന്മാരെല്ലാവരും ബ്രഹ്മാവിൻ്റെ അടുത്തെത്തി. എന്നിട്ട് എന്താ ചെയ്തത്? 2ാമത്തെ ശ്ലോകം നോക്കാം. തതോ ബ്രുവൻ സുരാ സർവേ ഭഗവന്തം പിതാമഹം പ്രണിപത്യ സുരാരാമ സേന്ദ്രാസാഗ്നി പുരോഗമാ. സേന്ദ്രാസാഗ്നി പുരോഗമാ എന്നുള്ളത് ആദ്യത്തെ ശ്ലോകത്തിലെ വാക്കന്നെയാണ്. ഇന്ദ്രനോടുകൂടി അഗ്നിയോട് കൂടിയിട്ടുള്ള അവരൊക്കെ മുൻപന്മാരായി നിൽക്കുന്ന ബാക്കി എല്ലാ ദേവന്മാരും അവരെല്ലാവരും എന്തു ചെയ്തു? അല്ലയോ ശ്രീരാമ, സർവേ സുരാഹ, ഈ ദേവന്മാരെല്ലാവരും ഭഗവന്തം പിതാമഹം പ്രണിപത്യ തതഃ അബ്രുവൻ, ഭഗവാൻ പിതാമഹനെ ബ്രഹ്മദേവനെ നമസ്കരിച്ചിട്ട് എല്ലാവരും കൂടി വന്ദിച്ച് പൂജിച്ച് അതിനുശേഷം ഇപ്രകാരം പറഞ്ഞു. തതഃ അബ്രുവൻ, എന്താണ് പറഞ്ഞത്? അതാണ് 3ാമത്തെ ശ്ലോകം. യേന സേനാപതിർദേവ ദത്തോ ഭഗവതാ പുരാ സതപ പരമാസ്ഥായ തപ്യതേ സ്മ സഹോമയാ. മുമ്പ് ശ്രീപരമേശ്വരനും പാർവതീദേവിയും കൂടി സംഗമിച്ചിട്ട് ഒരു തേജസ് ഉണ്ടായല്ലോ. ആ തേജസ് തന്നെയാണ് സേനാപതി. ആ സേനാപതി ആയില്ല എന്നുള്ളൂ, തേജസ്സായിട്ട് ബീജരൂപത്തിലാണ് അത് വർത്തിക്കണത്. അതാണ് യേന സേനാപതി ദേവ ദത്തഃ ഭഗവതാ പുരാ. പുരാ, പണ്ട്, ഇത് കുറേ കാലം മുമ്പ് സംഭവിച്ചതാണല്ലോ അവരുടെ സംഗമം. അത് കഴിഞ്ഞിട്ട് ഭഗവാനും ഭഗവതിയും കൂടിയിട്ട് തപസ് ചെയ്യാൻ പോയി. അങ്ങനെ താരകാസുരൻ്റെ പീഡകൾ പിന്നെ വർദ്ധിച്ചു. അപ്പോഴാണ് ഈ കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നത്. ദേവന്മാരെല്ലാവരും ബ്രഹ്മാവിനോട് പോയി പറയാണ്, പണ്ട് ഭഗവത, യേന ഭഗവത, യാതൊരു ഭഗവാനാൽ, ശ്രീപരമേശ്വരനാൽ, സേനാപതി ദത്തഃ, അല്ലയോ ദേവ ബ്രഹ്മദേവ, സേനാപതിയെ ഞങ്ങൾക്ക് തരുണ്ടായി. ഒരു പുത്രൻ്റെ രൂപത്തിലൊന്നും ആയിരുന്നില്ല എന്നേ ഉള്ളൂ, തേജോ രൂപത്തിലുള്ള സേനാപതിയെ ഞങ്ങൾക്ക് കിട്ടുണ്ടായല്ലോ. എന്നിട്ടോ അത് ഒരു പുത്രനായില്ല, രൂപാന്തരം പ്രാപിച്ചില്ല, തേജസ്സായിട്ട് തന്നെ അവശേഷിക്കുകയാണ്. സസ്തപ പരമാസ്ഥായ തപ്യതേ. ഇപ്പോൾ ആ തേജസ്സിനെ ഒരു പുത്രൻ്റെ ഒരു രൂപത്തിലേക്ക് ആക്കാതെ എന്തു ചെയ്യണു?
സഹ എന്ന് പറഞ്ഞാൽ മഹാദേവൻ ഉമയാ സഹ പാർവതി ദേവിയോട് കൂടിയിട്ട് തപഃ തേപേ തപസ് ചെയ്യാണ്. തപഃ തപ്യതേ തപസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ എങ്ങനെയാണ് ഈ തേജസ്സിനെ ഒരു പുത്രനാക്കുക? അതിനൊരു അമ്മ വേണമല്ലോ. തേജസ് തേജോരൂപമായിട്ട് കാര്യമില്ല. അതൊരു ഗർഭത്തിൽ പിറക്കണം. ഗർഭത്തിൽ അതൊരു സ്ത്രീയുടെ ഗർഭത്തിൽ തന്നെ പിറന്ന് പുറത്തേക്ക് വരണം. അല്ലെങ്കിൽ ഗർഭത്തിൽ ജനിച്ച് പിന്നീട് ഒരു കുട്ടിയുടെ രൂപത്തിലേക്ക് പുറത്തേക്ക് വരണമല്ലോ. അപ്പോൾ അതിനെന്താണ് ഇനി ചെയ്യേണ്ടത് എന്ന് ദേവന്മാരെല്ലാവരും ബ്രഹ്മദേവനോട് വന്ന് ചോദിച്ചു. അപ്പോൾ തപഃ പരമാസ്ഥായ തപ്യതേ കഠിനമായിട്ടുള്ള തപസ്. പരം തപഃ ആസ്ഥായ തപ്യതേ എങ്ങനെയാണ്? ഒറ്റയ്ക്കല്ല, ഉമയോട് കൂടിയിട്ട്. അപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല, രണ്ടുപേരും കഠിനമായിട്ടുള്ള തപസ്സാണ്. ഇങ്ങനെയുള്ള കാമാദി വികാരങ്ങളൊന്നും ഇവരുടെ രണ്ടുപേരുടെയും മനസ്സിൽ ലവലേശം പോലും ഇല്ല. അതുകൊണ്ട് 4-ാമത്തെ ശ്ലോകം നോക്കാം. യദത്രാനന്തരം കാര്യം ലോകാനാം ഹിതകാമ്യയാ സംവിധത്സ്വവിധാനജ്ഞ ത്വം ഹി നഃ പരമാഗതി. എന്നിട്ട് പറയാണ്, ഇനി എന്താണ് ഞങ്ങൾ അടുത്തതായിട്ട് ചെയ്യേണ്ടത്? യദത്ര അനന്തരം കാര്യം. അനന്തരം കാര്യം കിം? അനന്തരം ഞങ്ങൾ ഇനി എന്താണ് ചെയ്യേണ്ടത്? എന്തിനു വേണ്ടിയിട്ട്? ഞങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, ലോകാനാം ഹിതകാമ്യയാ അനന്തരം കാര്യം. ലോകങ്ങൾക്കൊക്കെ ഹിതമുണ്ടാകുന്നതിന് വേണ്ടിയിട്ട്. ഈ അസുരന്മാരുടെ പീഡ എന്ന് പറയുമ്പോൾ ലോകത്തെ മുഴുവനും വധിക്കണതാണല്ലോ. അപ്പോൾ ലോകത്തിന് രക്ഷപ്പെടണമെങ്കിൽ, ലോകം രക്ഷപ്പെടണമെങ്കിൽ സേനാപതി ജനിക്കുക തന്നെ വേണം. അതിന് എന്താണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു തരൂ. സംവിധത്സ്വ വിധാനജ്ഞ. അല്ലയോ വിധാനജ്ഞ, വിധാനങ്ങൾ, ഈ ലോകത്തിൻ്റെ നടത്തിപ്പ്, ഈ ലോകത്തിനെ എങ്ങനെ കൊണ്ടു നടക്കണമെന്ന് നന്നായി അറിയുന്ന, സൃഷ്ടിക്കുമ്പോൾ തന്നെ ഒരു അറിവുണ്ടാവുമല്ലോ, ഇതെങ്ങനെയായിരിക്കും മുമ്പാക്കം പോവുക എന്നുള്ളത്, അത് മുഴുവനും അറിയുന്ന അല്ലയോ വിധാനജ്ഞ, അങ്ങ് എന്ത് ചെയ്യണം? സംവിധത്സ്വ, വേണ്ടതുപോലെ ഞങ്ങൾക്ക് മാർഗദർശനം തരൂ, സംവിധാനം ചെയ്യൂ, നിയന്ത്രിച്ചിട്ട്, അതായത് കാര്യങ്ങളൊക്കെ വേണ്ടതുപോലെ ഒരു വരുതിയിലെത്തിക്കൂ. സേനാപതിയെ ഇവിടെ സൃഷ്ടിച്ചെടുക്കണം നമുക്ക്. ത്വം ഹി നഃ പരമാഗതി, അങ്ങാണല്ലോ ഞങ്ങളുടെ അവസാനത്തെ ആശ്രയം. ഞങ്ങൾക്ക് എല്ലാം പറഞ്ഞു തരാൻ അങ്ങല്ലാതെ വേറെ ആരുമില്ലല്ലോ. അതുകൊണ്ടാണ് ഞങ്ങൾ എല്ലാവരും ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. ഞങ്ങൾക്ക് വേണ്ടത്ര ഉപദേശങ്ങൾ തരൂ, അതിനുള്ളൊരു സംവിധാനം ഉണ്ടാക്കൂ ഈ സേനാപതി ജനിക്കാൻ എന്ന് ആവശ്യപ്പെടുകയാണ്. അങ്ങനെ 5-ാമത്തെ ശ്ലോകം നോക്കാം. ദേവതാനാം വച ശ്രുത്വാ സർവലോകേ പിതാമഹ സാന്ത്വയൻ മധുരൈർവാക്യൈഃ ത്രിദശാനിതമബ്രവീത്. അങ്ങനെ ബ്രഹ്മാവ് ഇവരുടെ വാക്കുകളൊക്കെ കേൾക്കുകയാണ്. ദേവതാനാം വച ശ്രുത്വാ സർവലോക പിതാമഹ, സർവലോകത്തിൻ്റെയും പിതാമഹനായിട്ടുള്ള ബ്രഹ്മദേവൻ ദേവതകളുടെ വാക്കുകളൊക്കെ കേട്ടിട്ട്, ദേവതാനാം വചശ്രുത്വ മധുരൈഹി വാക്യൈഹി സാന്ത്വയൻ, മധുരമായിട്ടുള്ള വാക്കുകൾ കൊണ്ട്, അതൊന്നും സാരല്ല എന്ന് പറയണ മധുരമായ ശബ്ദത്തിൽ മധുരമായ വാക്കുകളെ കൊണ്ട് ദേവന്മാരെ എല്ലാവരെയും സാന്ത്വനിപ്പിച്ചിട്ട് ത്രിദശാൻ ഇതം അബ്രവീത്, ദേവന്മാരോട് ഇപ്രകാരം പറഞ്ഞു. മലയാളം വായിക്കണ പോലെ തന്നെയാണ് വാൽമീകി രാമായണം വായിച്ചാൽ. കുറച്ച് ബേസ് ഉണ്ടെങ്കിൽ എല്ലാവർക്കും മനസ്സിലാവുന്ന വിധത്തിലാണ് എഴുതിയിരിക്കുന്നത്. അന്വയമൊന്നും, ദൂരാന്വയമൊക്കെ വളരെ കുറവേ ഉള്ളൂ. പെട്ടെന്ന് വായിച്ച് മനസ്സിലാക്കാവുന്ന രീതിയിലാണ് ഭഗവാൻ വാൽമീകി മഹർഷി ഇത് എഴുതിയിരിക്കുന്നത്. അത് കഴിഞ്ഞ് അപ്പോൾ ആശ്വസിപ്പിക്കുകയൊക്കെ ചെയ്തു, ദേവന്മാരെയൊക്കെ ആശ്വസിപ്പിച്ചിട്ട് ഇങ്ങനെ പറയാണ്. 6-ാമത്തെ ശ്ലോകം നോക്കാം. ശൈലപുത്ര്യായദുക്തം തദപ്രജാസ്വാസുപത്നിഷു തസ്യാവചനമക്ലിഷ്ടം സത്യമേവ ന സംശയ. ശൈലപുത്ര്യായദുക്തം, പണ്ട് ശൈലപുത്രിയായിട്ടുള്ള ശ്രീപാർവതി എന്താണോ പറഞ്ഞത് അതെന്തായിരുന്നു? അപ്രജാഹ, നിങ്ങൾക്ക് മക്കളുണ്ടാവില്ല, സ്വന്തം പത്നിമാരിൽ മക്കളുണ്ടാവില്ല എന്ന് പറഞ്ഞില്ലേ, അതാണ് തത് അപ്രജാഹ സ്വാസു പത്നിഷു, സ്വന്തം പത്നിമാരിൽ ദേവന്മാർക്ക് മക്കളുണ്ടാവില്ല എന്ന് ശ്രീപാർവതി ദേവി എന്തൊന്ന് മുമ്പേ പറഞ്ഞുവോ, തസ്യാവചനം അക്ലിഷ്ടം, ആ വാക്കുകൾക്ക് യാതൊരു വ്യത്യാസവും ഇല്ല കേട്ടോ. നിങ്ങൾക്ക് നിങ്ങളുടെ പത്നിമാരിൽ മക്കളുണ്ടാവില്ല, അതാർക്കായാലും ഉണ്ടാവില്ല. ഇന്ദ്രനായാലും വേണ്ടില്ല, അതുപോലെ അഗ്നിക്കായാലും വേണ്ടില്ല. ഈ വചനങ്ങൾക്കൊക്കെ മുമ്പ് പുത്രന്മാരുണ്ടെങ്കിൽ ഉള്ളത് തന്നെയേ ഉള്ളൂ, വേറെ കുട്ടികളൊന്നും ഉണ്ടാവില്ല എന്ന് ശപിച്ചിട്ടുണ്ടല്ലോ. അതാണ് തസ്യാഹ വചനം അക്ലിഷ്ടം സത്യമേവ, അതിന് യാതൊരു ക്ലേശവും ഉണ്ടാവില്ല, അതായത് അത് മാറ്റമൊന്നും ഉണ്ടാവില്ല. സത്യമേവ, അത് സത്യം തന്നെയാണ്. എന്ന സംശയ, അതിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ അതിൽ
അതിലുണ്ടല്ലോ ചില മാറ്റങ്ങൾ, അത് ചില രന്ധ്രാന്വേഷികൾ അതിലെങ്ങനെ ലൂപ്പ് ഹോൾ ഉണ്ടാക്കുക, അതിനിടയിൽ കൂടെ എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ബ്രഹ്മാവ് പറഞ്ഞു കൊടുക്കുന്നത്. അതാണ് അടുത്ത ശ്ലോകത്തിൽ 7ാമത്തെ ശ്ലോകം നോക്കാം. യം ആകാശഗംഗാച യസ്യാം പുത്രം ഹുതാശന ജനയിഷ്യതി ദേവാനാം സേനാപതിമരിന്ദമം. 8ാമത്തെയും കൂടി വായിക്കാം. ജ്യേഷ്ഠാ ശൈലേന്ദ്രദുഹിതാ മാനയിഷ്യതി തം സുതം ഉമായാസ്തദ്ബഹുമതം ഭവിഷ്യതി ന സംശയ. പുത്രനുണ്ടാവാൻ ഒരു വഴിയേ ഉള്ളൂ, സേനാപതി ഉണ്ടാവാൻ. അതാണ് ഇയം ആകാശഗംഗാച യസ്യാം പുത്രം ഹുതാശനഃ ജനയിഷ്യതി. ദേവാനാം സേനാപതിം അരിന്ദമം പുത്രം. ദേവന്മാരുടെ സേനാപതിയായിട്ട് അരിന്ദമൻ എന്ന് പറഞ്ഞാൽ അരികളെ, ശത്രുക്കളെ നശിപ്പിക്കുന്നവൻ. അലുക് സമാസാണ്. അരിന്ദമൻ എന്ന് പറഞ്ഞാൽ മതി, പക്ഷേ അരിന്ദമൻ എന്ന് അവിടെ ദ്വിതീയ വിഭക്തി ലോപിക്കുന്നില്ല. അരിന്ദമം പുത്രം, അരിന്ദമനായിട്ടുള്ള പുത്രനെ, സേനാപതിയെ, സുബ്രഹ്മണ്യനെ, ഹുതാശനഃ യസ്യാം ജനയിഷ്യതി. ഇയം ആകാശഗംഗ യസ്യാം ഹുതാശനഃ ജനയിഷ്യതി. ഈ കാണുന്ന ആകാശഗംഗയിൽ ഹുതാശനന്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്തിരിക്കുന്നതായ ആ തേജസ് ഉണ്ടല്ലോ, അത് ആകാശഗംഗയിൽ അർപ്പിക്കുന്നു. ആകാശഗംഗയിൽ ഹുതാശനന് പുത്രൻ ജനിക്കുന്നു. സ്വന്തം പത്നിമാരിലല്ലേ ഉണ്ടാവില്ല എന്ന് പറഞ്ഞുള്ളൂ, മറ്റൊരു സ്ത്രീയിൽ ഉണ്ടാവണതിന് കുഴപ്പമില്ലല്ലോ. അതാണ് ബ്രഹ്മാവ് കണ്ടുപിടിച്ചതായ ന്യായം. അപ്പോൾ ആകാശഗംഗയിൽ അഗ്നിദേവന് ലഭിച്ചതായിട്ടുള്ള തേജസ്സിനെ സമർപ്പിക്കുക, ആ തേജസ് പുത്രരൂപത്തിൽ വന്നോളും എന്ന് ബ്രഹ്മാവ്. അവരവരുടെ പത്നിയല്ലല്ലോ, ഇത് ദേവന്മാർക്ക് എല്ലാവർക്കും വേണ്ടി ഒഴുകുന്നവളായിട്ടുള്ള നദിയാണ്. അതുപോലെ തന്നെ ഹിമവാന്റെ പുത്രിയാണ്, സ്ത്രീയാണ്. അപ്പോൾ ഗർഭം ധരിച്ച് പ്രസവിച്ചോളും എന്നാണ് പറയണത്. എന്നിട്ടോ ജ്യേഷ്ഠ ശൈലേന്ദ്രദുഹിതാ മാനയിഷ്യതി തം സുതം. ശൈലേന്ദ്രദുഹിതാവായിട്ടുള്ള അവളും ആകാശഗംഗയും, ജ്യേഷ്ഠയാണ്, മൂത്ത മകളാണല്ലോ, ആകാശഗംഗയും എന്തു ചെയ്യും? ആ മകനെ മാനയിഷ്യതി, ബഹുമാനിക്കും അല്ലെങ്കിൽ അംഗീകരിക്കും. എന്തുകൊണ്ട്? അനിയത്തിക്ക് ഉണ്ടാവേണ്ട കുട്ടിയല്ലേ, അതിനെ ഇപ്പം ഞാൻ ഗർഭത്തിൽ വഹിച്ചു എന്നുള്ളത് കൊണ്ട് തെറ്റൊന്നുമില്ലല്ലോ എന്നുള്ളത് കൊണ്ട് ഉമായാസ്തദ് ബഹുമതം സംശയ ന ഭവിഷ്യതി. ഉമയ്ക്കും അത് ബഹുമതമായിരിക്കും, യാതൊരു സംശയവുമില്ല. അപ്പോൾ അഗ്നിദേവന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നതായ തേജസ്സിനെ ഗംഗയിലേക്ക് അർപ്പിച്ചോളൂ. ഗംഗ ആ തേജസ്സിനെ ഒരു പുത്രനായിട്ട് നിങ്ങൾക്ക് തരും. വേറെ ആർക്കും, വേറെ ആരുടെ കാര്യത്തിലും ഇത്ര ഉറപ്പ് പറയാൻ പറ്റില്ല. എന്തുകൊണ്ട്? ഇവർ രണ്ടുപേരും ഏടത്തി അനീത്തിമാരാണ്. അപ്പോൾ അനീത്തിക്ക് വേണ്ടിയിട്ട് ഏടത്തി ഒരു കാര്യം ഒരിക്കലും ചെയ്യാതിരിക്കില്ല. അല്ലെങ്കിൽ അനിയത്തിയുടെ ആവശ്യങ്ങൾക്ക് ഒപ്പം നിൽക്കുന്നവളാണ് ജ്യേഷ്ഠത്തി. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെയാണ്. അതുകൊണ്ട് ലോകത്തിൻ്റെ ഹിതത്തിനു വേണ്ടിയിട്ട് ആ തേജസ്സിനെ ഗംഗ വഹിച്ചുകൊള്ളും. ഉമയ്ക്ക് അതിൽ എതിർപ്പുണ്ടാവില്ല. ഉമയ്ക്ക് എതിർപ്പുണ്ടാവുക വേറെ ഏതെങ്കിലും സ്ത്രീകളാവുമ്പോഴാണല്ലോ, ഇത് സ്വന്തം ജ്യേഷ്ഠത്തിയാണല്ലോ, അപ്പോൾ അതുകൊണ്ട് കുഴപ്പമുണ്ടാവില്ല എന്ന് ബ്രഹ്മാവ് ദേവന്മാരെ ആശ്വസിപ്പിച്ചു എന്നാണ് പറയണത്. ബാക്കി കാര്യങ്ങൾ അടുത്ത ദിവസം നോക്കാം. ഇന്നത്തെ ശ്ലോകങ്ങൾ ഒന്നുകൂടി ചൊല്ലാം. തപ്യമാനേ തദാ ദേവേ സേന്ദ്രാസാഗ്നിപുരോഗമാഃ സേനാപതിമഭീപ്സന്തഃ പിതാമഹമുപാഗമൻ തതോ ബ്രുവൻ സുരാः സർവേ ഭഗവന്തം പിതാമഹം പ്രണിപത്യ സുരാരാമ സേന്ദ്രാസാഗ്നിപുരോഗമാഃ യേന സേനാപതിർദേവ ദത്തോ ഭഗവതാ പുരാ സഃ തപഃ പരമാസ്ഥായ തപ്യതേ സ്മ സഹോമയാ യദത്രാനന്തരം കാര്യം ലോകാനാം ഹിതകാമ്യയാ സംവിധത്സ്വവിധാനജ്ഞ ത്വം ഹി നഃ പരമാഗതി ദേവതാനാം വച ശ്രുത്വാ സർവലോകപിതാമഹ സാന്ത്വയൻ മധുരൈർവാക്യൈഃ ത്രിദശാനിതമബ്രവീത് ശൈലപുത്ര്യായ ദുക്തം തദ പ്രജാസ്വാസു പത്നിഷു തസ്യാ വചനമക്ലിഷ്ടം സത്യമേവ ന സംശയ ഇയമാകാശഗംഗാ ച യസ്യാം പുത്രം ഹുതാശന ജനയിഷ്യതി ദേവാനാം സേനാപതിമരിന്ദമം ജ്യേഷ്ഠാ ശൈലേന്ദ്രദുഹിതാ മാനയിഷ്യതി തം സുതം ഉമായാസ്തദ്ബഹുമതം ഭവിഷ്യതി ന സംശയ. സുന്ദരമായിട്ടുള്ള ശ്ലോകങ്ങൾ ഭഗവാൻ ശ്രീരാമചന്ദ്രൻ്റെ കാൽക്കൽ അർപ്പിച്ചുകൊണ്ട് ഗുരുവായൂരപ്പനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേർന്നു നിർത്തട്ടെ. നന്ദി.